കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷ് ഫോൺ വിളിക്കുന്നുണ്ട് നിധിയെ. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് നിധി പറയുന്നുണ്ട്, ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, ഇനി എന്നെ വിളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. അവിടെ ഇരുന്ന് വിളിച്ച് കേട്ടിട്ട് സുഭാഷ് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അനിയമ്മടുത്ത് പറയുക, എന്തായാലും എനിക്കൊന്ന് വിളിക്കണം, നിധിയെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയെ വിളിക്കുകയാണ് സുഭാഷ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ അവൻ വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കിയേ, സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സുഭാഷിനെ അറിയത്തില്ലേ എന്താ കാര്യമെന്ന്. ഞാൻ വിളിക്കാൻ ആഗ്രഹിച്ചാലും ഇനി എനിക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ മാറും, അതൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് സുഭാഷ്. എന്തായാലും എല്ലാവർക്കും ഇവിടെ വിഷമോ നീ ഇവിടുന്ന് പോയില്ലേ എന്നൊക്കെ സുഭാഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കും അതുപോലെ തന്നെയാണ്, എനിക്ക് ആ വീട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ ഓരോ സാഹചര്യങ്ങളിലെ ഇങ്ങനെയൊക്കെ എത്തിക്കുന്നേ, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം എന്നൊക്കെ സുഭാഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചോദിച്ചോ എന്നെക്കുറിച്ച്, എന്താ പറഞ്ഞത്? അതോ നല്ല കാര്യങ്ങളൊന്നുമില്ലല്ലോ പറയാൻ, നീ കാരണമല്ലേ ഇവിടുന്ന് പോയത് എന്നൊക്കെ വീണ്ടും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എല്ലാവരും കുറ്റപ്പെടൽ കേട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്താ ഞാൻ ഇവിടെ നിന്ന് പോകണോ അതോ ഇനിയും എല്ലാവരും കൂടെ കുറ്റപ്പെടുത്താനാണോ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നു, എന്തായാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല, ഞാൻ കാരണമല്ലേ, അതിനൊക്കെ ഒരു വഴി കണ്ടെത്തും ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനിയൊന്നും പറയല്ല, എനിക്കൊന്ന് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ പാട്ടും പാടി ഇരിക്കുക, എന്നാൽ വളരെ വിഷമത്തിലും കൂടെയാണ് ഭാസ്കരൻ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, ആ സുധീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് താനാണല്ലോ എന്നുള്ളൊരു വിഷമം കൂടെ ഭാസ്കരനുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഭാസ്കരന്. അങ്ങനെ നിതീഷിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇത്രയും ദിവസമായിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഇഷ്ടമാണെന്ന് ചേട്ടത്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ ഒരു ദിവസം പോലും അവളുടെ അടുത്ത് അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അത് മനസ്സിൽ മാത്രം വെച്ചിരുന്നാൽ മതിയോ, അത് തുറന്ന് പറയണ്ടേ എന്ന് അനിയൻ പറയുന്നുണ്ട്. എന്തായാലും ആദ്യം അതായിരുന്നു പറയേണ്ടത്, എന്നിട്ടായിരിക്കേണ്ടതല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. എങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ? ആരെങ്കിലും വാക്കുകൾ കേട്ട് ഇങ്ങനെയൊക്കെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണം, ഒരു വിഷമത്തിലായിരിക്കും ഇത് പോകുന്നതെന്ന് എന്ന് അനിയൻ സുധീഷിനടുത്ത് പറയുന്നുണ്ട്. അത് ശരിയാ, എനിക്ക് എടുത്തുചാട്ടം കൊണ്ട് പറ്റിയ അബദ്ധമായത്, ഞാനിനി ഒരിക്കലും ഓരോ കാര്യം ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ ഒരക്ഷരം സുധീഷിനടുത്ത് മിണ്ടുന്നില്ല. എന്താ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ചേട്ടന് ഭയങ്കര ആഗ്രഹമാണല്ലേ? എന്തായാലും എന്നെ ഒരു ഒറ്റപ്പെടുത്തൽ പോലെയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കരുതുന്നത് എന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നീ ഇവിടെ നിൽക്കണം, അതുപോലെ തന്നെ എല്ലാം കറങ്ങി തീങ്ങി ഇവിടെ തന്നെ നിധി ഇവിടെ വരുമെന്നാണ് എൻ്റെ മനസ്സും പറയുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും പോകുന്നതെന്നാണ് വിചാരിച്ച അനിയന്മാർ. പക്ഷേ നേരെ സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഹോസ്റ്റലിലേക്കാണ്. ഹോസ്റ്റലിൻ്റെ പുറത്ത് നിന്ന് നിധിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നാൽ ഇതെല്ലാം കാണാത്തതുപോലെ ഇരിക്കുക നിധിയാണെങ്കിൽ കണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത് സുധീഷ് റോഡിൽ. എന്നാൽ സുധീഷിനെ കാണാതെ പെട്ടെന്ന് തന്നെ ജനലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കൊണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നിധിക്കും, അതുപോലെ തന്നെ സുഭാഷിനും. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. എന്നാൽ സുഭാഷും അറിഞ്ഞില്ല നിധിയുടെ അടുത്താണ് പോയതെന്ന്. അങ്ങനെ ഈ കാര്യം സുഭാഷിൻ്റെ അടുത്ത് നിധി ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, എന്നെ ഹോസ്റ്റലിനും കൂടെ വന്ന് ശല്യം ചെയ്യുക, ഞാനിനി എങ്ങോട്ട് പോകാനാ, അങ്ങനെ ഞാൻ അതവനെ പറഞ്ഞ് മനസ്സിലാക്കാം, മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ സുധീഷിനെ ഫോൺ ചെയ്യുന്നുണ്ട്. നീ എവിടെയാണ് നിൽക്കുന്നത്? എന്നെ ഇപ്പോൾ നിധി വിളിച്ചിരുന്നു, നീ ഹോസ്റ്റലിൽ പോയി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ പോയത്, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഒന്നുമില്ല, എനിക്ക് അവളടുത്ത് മാപ്പ് പറയണമായിരുന്നു, അതുകൊണ്ടാണ്. അത് മാപ്പ് പറയാണ്ട് ഇങ്ങനെയാണോ? അതും രാത്രിയിൽ? നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം, എന്തു വെച്ചാലും അവളെ നാണം കെടുത്തരുത് അവിടെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കാണാത്തതുപോലെ നിൽക്കുന്നുണ്ട് നിധി സുധീഷ് അവിടെ നിൽക്കുന്നത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും എന്നെ ശല്യം ചെയ്യരുത്, ഒന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് സോറി എന്ന് പറഞ്ഞ് റോഡിലൊക്കെ എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നിധിക്ക് വളരെ സങ്കടം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നിധിയാണെങ്കിൽ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഓഫീസിൽ പോകാൻ വേണ്ടി നിധി ഇറങ്ങാൻ പോവുക. അപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ ഭാസ്കരൻ വരുന്നുണ്ട്. വന്നിട്ട് നിധിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. മോള് ആ വീട്ടിൽ പോയേ പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്, എന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണെങ്കിൽ മോൾക്ക് സുഖമാണോ? ഞാൻ കൂട്ടിക്കൊണ്ട് പോവാനാണ് വന്നത് എന്ന് ഭാസ്കരൻ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി ഞാൻ ഒരിക്കലും വരില്ല, ഇനി എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇല്ല, മോൾ അറിയണം, ഒരു കാര്യം അറിയണം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങൾ 2 മുറിയിലായിട്ട് കിടക്കുന്നത് എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുകയും അതുപോലെ തന്നെ അവനെയാണ് ഞാൻ ഇളക്കി വിട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണോ? എന്തായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? എന്തായാലും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെ കയ്യിലെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് നിധി. എന്നിട്ട് ഒരു നിമിഷം വെറുതെ നിന്നിട്ട് പറയുക, എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്തുകൂടായിരുന്നു, ഞാനും സുധീഷിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, എന്നാൽ ഇങ്ങനെയൊന്നും ആവുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ മോളെ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്തായാലും അവൻ്റെ അടുത്ത് ക്ഷമിക്കണം, ആ ഒരു പാവമാണ്, ഞാൻ കാരണമാണ്, അതുകൊണ്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല, വീട്ടിൽ കിടന്നിട്ട് ഒരു സമാധാനവുമില്ല, അതുകൊണ്ടാണ് മോളെ നോക്കി ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഞാൻ സുധീഷിനെ വളരെയധികം തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോവുക നിധി. അങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട് ഭാസ്കരൻ, ഞാനും അവിടെ പോയി കണ്ടിരുന്നു നിധിയെ, അവിടെ പോയി കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്നിട്ടോ? നിധി എന്തു പറഞ്ഞു? അത് അവൾ പറഞ്ഞു, എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, സുധീഷിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്ന്. അപ്പോഴത്തേക്ക് അനിയന്മാർ പറയുന്നുണ്ട്, ആ എന്തോ ഒരു ചെറിയ ഇഷ്ടം അപ്പം തോന്നി തുടങ്ങി കാണാം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും. എന്തിഷ്ടം? ആരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ചോദിക്കുന്നുണ്ട്. വീണ്ടും ഇനി ആവശ്യമില്ലാത്ത പറഞ്ഞ് ഇനി അവനെ ഇളക്കി വിടാൻ നിൽക്കേണ്ട ആരും. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് എനിക്ക് തോന്നി ഇവിടെ തന്നെ വരുമെന്ന് നിധി. അങ്ങനെ തന്നെ വരികയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീണ്ടും ഫോൺ വിളിക്കുക സുഭാഷ്. എന്താ അച്ഛൻ അവിടെ വന്നിട്ട് വല്ല ബഹളം വെച്ചായിരുന്നോ? ഇല്ല, അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു, എല്ലാത്തിനും കാരണം അച്ഛനാണെന്ന്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഈ അവസ്ഥ വരെ ആയില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുക. എന്നിട്ട് നിധി പറയുക, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് സുധീഷ്. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം, ഞാനാ ആ വീട്ടിൽ നിന്ന് പോകേണ്ടത് എന്ന് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും എനിക്കിനി ഒന്നും പറയാനില്ല, നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ, ഞാനിനി അങ്ങോട്ടേക്കില്ല എന്ന് വീണ്ടും തറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇത് കേട്ടതോടെ വീണ്ടും വിഷമം കൂടിയിട്ടുണ്ട്. എന്നാൽ ഭാസ്കരൻ അവിടെ പോയത് സുധീഷ് അറിഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇത് പറയുന്നുണ്ട്, എല്ലാം പോയി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, അവളൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ആദ്യം ഇതൊന്നും സത്യമെന്ന് പോലും കരുതിയില്ല. എന്നാൽ സുധീഷിനെ കുറ്റപ്പെടുത്തി എന്നും അവൾ പറഞ്ഞു വരുന്നു എന്നും പറയുന്നുണ്ട് ഭാസ്കരൻ. എന്തായാലും അവൾ വരട്ടെ, അത് ഞാൻ നോക്കിയിരിക്കുക.